എന്റെ കർത്താവിന് ചില അരുളപ്പാടുകൾ നിങ്ങളോട് അറിയിക്കാനുണ്ട്. വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ. കർത്താവിന്റെ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ PJ ജോസഫ്, പ്രത്യേകിച്ച് എനിക്ക് വലിയ സങ്കടമാണ് കേട്ടോ. കർത്താവിന്റെ ദാസന്മാർ ഇങ്ങനെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഈ സ്റ്റേജിൽ കയറി ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. കാരണം ഞാൻ അതുപോലെ ദൈവത്തെ കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാരെ ഞാൻ വളരെ ബഹുമാനിക്കുക. കാരണം എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. എൻ്റെ 87 വയസ്സുള്ള എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 24-ാമത്തെ വയസ്സ് മുതൽ 76-ാമത്തെ വയസ്സ് വരെ കർത്താവിന്റെ വേല ചെയ്ത ഒരു അഭിഷിക്ത ദൈവദാസന്റെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ 6 കുഞ്ഞുങ്ങളാ. ആനി, സാം, മേഴ്സി, ഗ്രേസി, ഫിന്നി, ഗ്ലോറി, ഏറ്റവും ഇളയ പൈതല. എന്റെ മാതാവ് 87 വയസ്സുള്ള മാതാവ് എന്റെ കൂടെ കടന്നു വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം അമ്മ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും വന്ന എന്തിനാണെന്നറിയോ, മോള് ദൈവവചനം പറയുന്നത് കേൾക്കുന്ന അമ്മയ്ക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. അതുപോലെ എന്റെ സുനമോൻ എന്റെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പലയിടത്തും ദൈവവചനമായിട്ട് കടന്നു പോകുമ്പോൾ പ്രിയ പൈതൽ എന്റെ കൂടെ കടന്നു വരും. അതൊക്കെ എനിക്കൊരാശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ സെക്രട്ടറി ആയിട്ട് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സണ്ണി പാസ്റ്റർ, PD സണ്ണി പാസ്റ്റർ, വൈസ് പ്രസിഡന്റ്, അതുപോലെ ഈ സഹോദരി സമാജത്തിന്റെ ചുമതല വഹിക്കുന്ന മോളി സണ്ണി സിസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ബിന്ദു സിസ്റ്റർ, രക്ഷാധികാരി തങ്കമ്മ സാമുവേൽ, എല്ലാവർക്കും സെക്രട്ടറി കുഞ്ഞുഞ്ഞമ്മ, എല്ലാവർക്കും, എനിക്ക് എല്ലാവരെയും പേരൊന്നും അറിയത്തില്ല, എഴുതി തന്ന് മേടിച്ചതാണ് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ. സ്റ്റേജിലും കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവർക്കും വന്നവനും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുക. ഹല്ലേലൂയ. സഹോദരിമാരെ, യേശു ക്രിസ്തുവിന് സഹോദരിമാരെ കർത്താവ് എങ്ങനെ കണ്ടിരുന്നത്? ഞാൻ പണ്ട് ഇങ്ങനെ ഓർത്തിട്ടുണ്ട്, കർത്താവെ സഹോദരിമാർക്ക് പ്രസംഗിക്കാൻ പറ്റുമോ, സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ അത് അന്നത്തെ ആ സഭയുടെ സാഹചര്യത്തിൽ പറഞ്ഞതാണ്. ഈ സഹോദരിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നതും മിണ്ടുന്നതും പ്രസംഗിക്കുന്നതും രണ്ടാ അല്ലെ. അടുത്തടുത്തിരുന്ന് അന്ന് സഹോദരിമാരും ഇങ്ങനെ ഇടപെട്ടിരിക്കുമ്പോൾ അവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്തിരുന്ന് ഭർത്താവിനോട് ചോദിക്കും. അന്നേരം പൗലോസ് ആ സാഹചര്യത്തിൽ പറഞ്ഞതാ, സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ല, അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് ചോദിക്കട്ടെ. എന്നാൽ സഹോദരിമാരെ, യേശു ക്രിസ്തു സഹോദരിമാർക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. തെളിവ് സഹിതം ഞാൻ പറയാം. ഹല്ലേലൂയ. നീ ഒരാണാണോ പെണ്ണാണോ ഇത് കർത്താവിന് വിഷയമല്ല. ഞാനൊരു പെണ്ണായി പോയല്ലോ എന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരിക്കാനല്ല സഹോദരി ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്റെ മേല് ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. നീ ഒരാണായാലും പെണ്ണായാലും സഹോദരനായാലും സഹോദരിയായാലും കർത്താവിന് വേണ്ടി പരമാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ നിൽപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കും. ഹല്ലേലൂയ. എന്റെ 17-ാമത്തെ വയസ്സ് മുതൽ 50 വയസ്സാകാറായി. ഈ 50-ാമത്തെ വയസ്സ് വരെ എന്റെ കർത്താവിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിൽക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് ഫ്രീഡം ഇല്ലാത്ത സ്ഥലത്ത് ഒക്കെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, എന്റെ കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ, അനേകരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ സാധുവായ അടിയനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ എന്റെ സഹോദരിമാരെ നിങ്ങളെ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും. ശമരിയക്കാരി സ്ത്രീ പറഞ്ഞ സാക്ഷ്യ നിമിത്തം ആ പട്ടണത്തിലുള്ള പലരും കർത്താവ് വിശ്വസിച്ചെന്നാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോയി പറഞ്ഞത് ആരെ സഹോദരിമാരെ? മഗ്ദലക്കാരത്തി മറിയ. ശിഷ്യന്മാരെല്ലാം കിടന്നുറങ്ങിയപ്പോഴുണ്ടല്ലോ അവള് രാവിലെ കല്ലറയ്ക്കലേക്ക് ഓടുക. കാരണം യേശു സ്നേഹിച്ചത് യോഹന്നാനെ ആണെങ്കിൽ യേശുവിനെ ആഴത്തിൽ സ്നേഹിച്ചത് മഗ്ദലക്കാരത്തി മറിയായിരുന്നു സഹോദരിമാരെ. കാരണം യേശുവിനെ ആഴത്തിൽ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവള് രാവിലെ കല്ലറക്കലേക്ക് ഓടുമ്പോൾ കുറച്ചുപേര് ഓർക്കും, ഇവളെങ്ങോട്ടായി പോകുന്നേ കുഞ്ഞെ, നീ മരിച്ചാലും കുറ്റം പറയും, ജീവിച്ചാലും കുറ്റം പറയും. കുറ്റം കേൾക്കുന്നുവെങ്കിൽ ആത്മനാഥന് വേണ്ടി കുറ്റം കേൾക്കുകയുള്ളവരെ. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ ലോകത്തിലുള്ള പലരും നമ്മളെ ഇട്ടേച്ച് മാറിപ്പോകും. എന്നാൽ കുഞ്ഞെ, മരണം വരെ നിത്യതയോളം നിന്റെ കൂടെ നടക്കുന്ന ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാ. ഹല്ലേലൂയ. അവള് കർത്താവിനെ ആഴത്തിൽ സ്നേഹിച്ച് അവള് ചോദിക്കുക,
ചോദിക്കുക, എന്റെ യേശുവിനെ ഞാൻ എടുത്തോണ്ട് അവള് മരിച്ച യേശുവിനെ അന്വേഷിക്കുന്നത്. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയാ? സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാ? എന്നാൽ ഇന്ന് പകൽക്കാലം ചോദിക്കുക, എന്റെ പ്രിയ സഹോദരിമാരെ, എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ! എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എന്റെ കർത്താവ് ചോദിക്കുക, കുഞ്ഞേ, നിന്നെ കൂടെ കൂടെ കരയിപ്പിക്കുന്നത് എന്താ? നീ എന്തോർത്താ കൂടെ കൂടെ കരയുന്നേ? ആ വിഷയത്തിന്മേൽ ഒരു അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ! സഹോദരിമാരെ, അങ്ങനെ അനേക സഹോദരിമാരുടെ ഉദാഹരണങ്ങളുണ്ട്. യേശുവിന്റെ പാദത്തിൽ ഇരുന്ന് പഠിക്കുവാൻ ഒരു മറിയയ്ക്ക് സാവകാശം കൊടുത്തു. പ്രിയമുള്ളവരെ, അന്നത്തെ കാലത്തെ യഹൂദന്മാർ അതൊന്നും അനുവദിച്ചിരുന്നില്ല. യേശുവിന്റെ ക്രൂശിന്റെ കൂടെ, ആ ക്രൂശിന്റെ ചുവട്ടില് കുറച്ച് സഹോദരിമാര് നിന്നു. യേശുവിനെ അനുഗമിക്കുവാൻ കുറച്ച് സഹോദരിമാരുണ്ടായിരുന്നു. പ്രിയ സഹോദരിമാരെ, യേശു നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, യേശു ക്രിസ്തുവിന് തന്റെ പെൺമക്കളെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം കർത്താവിന് അറിയാം നമ്മള് കർത്താവിനെ ഒത്തിരി സ്നേഹിക്കും. സഹോദരിമാര്, ഞാൻ അങ്ങനെ സഹോദരിമാരെ ഒത്തിരി പൊക്കി പറയുന്നതല്ല കേട്ടോ. സഹോദരി സമാജമായോണ്ട് ആ സഹോദരിമാരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, അതല്ലേ സഹോദരിമാരെ, ദൈവം നമുക്ക് അനേക താലന്തുകൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു. നമുക്ക് അനേകരെ കർത്താവിലേക്ക് നേടണം. ഒരു സഹോദരി സമാജത്തിന്റെ മീറ്റിംഗ് ആയതുകൊണ്ട് എന്റെ സഹോദരിമാരോടുള്ള ചില കാര്യങ്ങളെ പറയണ്ടേ. സദൃശ്യവാക്യം 31 അധ്യായം അതിന്റെ 30 വാക്യം ആർക്കെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാം. ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കണമേ. സദൃശ്യവാക്യം 31 അധ്യായം അതിന്റെ 30 വാക്യം. അതിന്റെ 26 വാക്യം ഒന്ന് വായിച്ചേ മോളെ. സഹോദരിമാരെ, ഒരു യഹോവ ഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടുവാനിടയായിത്തീരും. കുഞ്ഞെ, നിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലവുമായിക്കൊള്ളട്ടെ, നീ യഹോവ ഭക്തിയോടെ ആയിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ തരും. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു സഹോദരിയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അത് യേശുവിന്റെ അമ്മ മറിയ കേട്ടോ. ഹല്ലേലൂയ! യേശുവിന്റെ അമ്മ മറിയയുടെ ചില ഗുണങ്ങൾ, ഈ യഹോവ ഭക്തരായിട്ട് ബൈബിളിൽ കാണുന്ന ചില സഹോദരിമാരുടെ സ്വഭാവ ഗുണങ്ങൾ ഈ 2025 നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സെന്റർ അനുഗ്രഹിക്കപ്പെടും, നമ്മളെ കാണുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ! ഈ മറിയ വളരെ താഴ്മയുള്ളവളായിരുന്നു കേട്ടോ. അവളെ എന്തുകൊണ്ടാ ഒരു കർത്താവ് അവളെ തിരഞ്ഞെടുക്കുവാൻ കാരണം? സഹോദരിമാരെ, അവളുടെ താഴ്മയാണ്. ഹല്ലേലൂയ! ഒത്തിരി സഹോദരിമാരൊന്നും ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ മറിയെ തിരഞ്ഞെടുത്തേ? മറിയ താഴ്മയുള്ളവളായിരുന്നു. അത് പറയുവാൻ കാരണം അവള് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നൊക്കെ ദൂതം പറഞ്ഞപ്പോഴുണ്ടല്ലോ. സഹോദരിമാരെ, ഈ 2025 ഞാൻ കേട്ട ഒരു ദൈവശബ്ദമാണ്. ഇതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൃപ പ്രാപിച്ചെടുക്കണം. നമ്മൾ ചില പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കൃപ പ്രാപിക്കണം. നല്ല ഒരു ഭാര്യയായിരിക്കാൻ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നല്ല ഒരു ജീവിതം, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നമ്മൾ നല്ല ഒരു സഭയിലെ ഒരു മെമ്പറായിരിക്കാൻ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചില കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ നമുക്ക് കൃപ വേണം, ദൈവകൃപ വേണം. ആ മറിയയ്ക്ക് ഒരു കൃപ കിട്ടി. എന്തിനൊക്കെയുള്ള കൃപയാ കിട്ടിയേ? സർവ്വ നിന്ദകളും സഹിപ്പാനുള്ള കൃപ. നമുക്കറിയാം, ഒരു കല്യാണത്തിന് മുന്നേ ഒരു സഹോദരിയുടെ അടുക്കൽ വന്നിട്ട് ദൂതം പറയുക, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവൾക്കറിയാം, പ്രിയമുള്ളവരെ, അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിക്കും എന്ന് അവൾക്കറിയാമായിരുന്നു. എന്നിട്ടും ഈ മറിയ പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. സഹോദരിമാരെ, പേര് ദോഷം വരും. ഇതൊന്നും ഈ മറിയ ഓർത്തില്ല. അവള് പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയ. സഹോദരിമാരെ, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. അന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ആത്മാവിൽ അതങ്ങോട്ട് ഏറ്റെടുത്ത് ഉറക്കോ ക്ഷീണോ ഒക്കെ ഒന്ന് പോട്ടെ. ഹല്ലേലൂയ! പറയുന്ന ദൂത്, കർത്താവേ കൃപ ഇവിടെ ഇരുന്ന് ചോദിക്കുക. ഹല്ലേലൂയ! യേശുവേ, നിന്റെ കൃപ എന്റെ മേൽ പകരണമേ. കുഞ്ഞെ, നിന്റെ തലയിൽ ആരും കൈവെക്കണമെന്നില്ല. നീ തന്നെ തലയിലോട്ട് കൈവച്ചിട്ട് അങ്ങ് പറഞ്ഞേ, കർത്താവേ കൃപ പകരണമേ,
കൃപ പകരണമേ, ജ്ഞാനം പകരണമേ. ഇവിടെ നമ്മൾ വായിച്ചു, അവൾ ജ്ഞാനത്തോടെ വായെ തുറക്കുന്നു. സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും ജ്ഞാനത്തോടെ വായെ തുറക്കാതിരുന്നിട്ടല്ലേ പ്രശ്നങ്ങൾ പലരും വരുന്നേ, അല്ലേ? ജ്ഞാനത്തോടെ പണ്ടൊരു അച്ഛന് ഒരു സഹോദരി, എന്റെ പിതാവ് പാസ്റ്റർ ആയതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ പ്രശ്നം തീർക്കാൻ ഫെയ്ത്തോമി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആ സഹോദരി പറഞ്ഞു, ഈ അച്ഛൻ എന്നെ അടിക്കുക. ഉടനെ അച്ചാച്ചൻ പറഞ്ഞു, എന്റെ പിതാവ് പറഞ്ഞു, സഹോദര ആ സഹോദരിയെ അടിക്കരുത്. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഉപസമ്മതം ചെയ്തിട്ടല്ലേ കല്യാണമൊക്കെ കഴിച്ച്. ഉടനെ പറയാം, പാസ്റ്റർക്ക് അത് പറയാം, പക്ഷെ ഇവള് വാ തുറന്നാലുണ്ടല്ലോ പോളിയോ വന്ന് തളർന്നു കിടക്കുന്നവരാണേലും ചാടി അടിക്കും. അതുപോലെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളാ പറയുന്നത്. ഹല്ലേലൂയ. സഹോദരിമാരെ, നമ്മുടെ അച്ഛന്മാരെ നമുക്ക് പ്രകോപിപ്പിക്കാതിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ അച്ഛന്മാരെന്നല്ല, ആരെയും നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രകോപിപ്പിക്കാതിരിക്കാം. ഹല്ലേലൂയ. ചില സഹോദരിമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ഗ്ലോറി സിസ്റ്ററെ അതൊരു പ്രശ്നമാകുമെന്ന് ഓർത്ത് പറഞ്ഞതല്ല, ചുമ്മാ അങ്ങ് പറഞ്ഞതാന്നേ, അത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഈ 2025 പ്രാർത്ഥിക്കാൻ, കർത്താവേ ജ്ഞാനത്തോടെ വായെ തുറക്കാനുള്ള കൃപ. അപ്പൊ ഞാൻ പറയുന്ന ഒരു ഒരു പൊട്ടവാക്ക് നിമിത്തം ഒരു പ്രശ്നം ഉണ്ടാകും. ചിലപ്പോ ചില സഭയിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരാൾ പറയുന്ന ഒരു പൊട്ടത്തരമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അതങ്ങ് ഊതി വീർപ്പിച്ച് ശത്രു അതിന്മേൽ ജയമെടുക്കുവാനിടയായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്റെ വായിക്ക് കാവൽ നിർത്തണമേ, എന്റെ വായിലെ വാക്കുകള് ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായി തീരണമേ. അതുപോലെ മറിയ എന്തിനുള്ള കൃപയെ അടുത്തത് പ്രാപിച്ചെടുത്ത് സർവ കഷ്ടങ്ങളിലും പിടിച്ചു നിൽക്കുവാനുള്ള കൃപ അവർക്ക് ലഭിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തുവിനെ ഒരു കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കുവാനുള്ള കൃപ നമ്മൾ ഓർത്തു നോക്കി. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാലിത്തൊഴുത്തിൽ ഒരു പരിഭവവും പറയാതെ അവള് ജന്മം കൊടുക്കാനുള്ള കൃപ അവള് പ്രാപിച്ചു. പിന്നെ എന്തിനുള്ള കൃപയാ പ്രാപിച്ചേ? മറിയോട് പറയാൻ, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കും. താൻ നൊന്ത് പെറ്റ മകൻ ആ കാൽവറി ക്രൂശിൽ സർവ്വ നിന്ദകളും സഹിച്ച്, ഹല്ലേലൂയ, മുഖത്ത് തുപ്പലേറ്റ്, ഹല്ലേലൂയ, ആ മുഖത്ത് തുപ്പൽ സർവ്വ നിന്ദകളും സഹിച്ച് ഒരമ്മ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരമ്മയുടെ ഹൃദയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കുഞ്ഞ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഓർക്കുമ്പോ നമ്മുടെ കണ്ണ് നിറയും. അങ്ങനെയാണെങ്കിൽ ആ മറിയ എന്തുമാത്രം സഹിച്ചു. ഹല്ലേലൂയ. തന്നൊന്ന് പ്രസവിച്ച ആ കർത്താവ്, ഹല്ലേലൂയ, അതെ, ലോകരക്ഷകനാ. പക്ഷെ മറിയയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനാ. ആ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ആ ചാട്ടവാറ് കൊണ്ടൊക്കെ പൊറൊഴിച്ചാൽ പോലെ നീളത്തിൽ കീറുമ്പോ, ഹല്ലേലൂയ, ആ രക്തം വാർന്നൊഴുകുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരമ്മ നൽകിയ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എനിക്ക് 5 മക്കളുണ്ട്. എന്റെ മൂത്തമ്മയുടെ വിവാഹം കഴിഞ്ഞു. ഒരു കുഞ്ഞ് സ്വർഗത്തിലുണ്ട്. എന്റെ കുഞ്ഞിന്റെ കൈ മുറിഞ്ഞ് കൂടുതൽ രക്തം വരുന്നത് കണ്ടാൽ എന്റെ കണ്ണ് നിറയും. എന്റെ കണ്ണിൽ ഇരുട്ട് കയറും. ഹല്ലേലൂയ. എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ മറിയ പ്രാപിച്ചെടുത്ത കൃപ, ഹല്ലേലൂയ. സഹോദരിമാരെ, ആത്മാവിലൊന്ന് പറഞ്ഞേ, കർത്താവേ, ചില പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. കർത്താവേ, ചില കഷ്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ എന്റെ മേൽ പകരണമേ. ആത്മാവിൽ നീ അത് ചോദിച്ചു വാങ്ങ്. കുഞ്ഞെ, ചില ശത്രുക്കൾ നിന്റെ നേരെ വരുമ്പോൾ, ചില ആദരങ്ങൾ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, നീ തളരുമ്പോൾ, കർത്താവേ, പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി യാചിച്ചേ. ഹല്ലേലൂയ. അവള് പറയുക, അവൾ എന്നിട്ട് എലിസബത്തിന്റെ അടുക്കലേക്ക് പോവുക കേട്ടോ. എലിസബത്ത് അവള് ഗ്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഹല്ലേലൂയ, ശബ്ദത്തിൽ തന്നെ ഒരു അഭിഷേകം വ്യാപരിക്കുക. ദൈവകൃപയിൽ നീ നിന്നാലുണ്ടല്ലോ കുഞ്ഞെ, നിന്റെ ശബ്ദത്തിൽ ഒരു അഭിഷേകം വ്യാപരിക്കുമെന്നോ. അവൾ ഒരു പ്രൈസ് ദി ലോർഡ് പറയുമ്പോഴല്ലോ ആ ശബ്ദത്തിൽ ഒരു അഭിഷേകം വ്യാപരിച്ചിട്ട് പിള്ളഗർഭത്തിൽ തുള്ളുക. സഹോദരിമാരെ, ചില കൃപകൾ, ചില അഭിഷേകം മറ്റുള്ളവർ നിന്നെ നോക്കുമ്പോൾ നിന്നെ നിസ്സാര
കൃപ ലഭിച്ചതുപോലെ ഇനി ഞാൻ രണ്ടാമത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ മുന്നിൽ എസ്തേറിനെ പ്രിയമുള്ളവരെ. എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. അവൾക്ക് മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചു. അവൾക്കൊരു മാതാപിതാക്കളുടെ ലാളന അവൾക്ക് കിട്ടിയില്ല. എന്നാൽ അവളെ എടുത്തു വളർത്തിയത് ഒരു മൊർദെഖായിയായിരുന്നു. അവളെ രാജാവിന് ആ പല പെൺകുട്ടികളെ കണ്ടിട്ട് എസ്തേറിനോട് അവൾക്ക് ഒരു പ്രത്യേക പ്രീതി തോന്നി. എസ്തേർ ആ രാജ്ഞി സ്ഥാനത്ത് വരുവാനിടയായി തീർന്നു. അനാഥ പെൺകുട്ടിയായിരുന്ന എസ്തേർ ഉണ്ടല്ലോ, അവൾ ഒരു രാജ്ഞി പദവിയിലെത്തി. അവൾ എത്തിക്കഴിഞ്ഞിട്ടും അവളെ മൊർദെഖായി പറഞ്ഞു, നിന്റെ ജാതി നീ വെളിപ്പെടുത്തരുത്, നിന്റെ കുലം നീ വെളിപ്പെടുത്തരുത്. അവൾ അനുസരിച്ചു. പ്രിയമുള്ളവരെ, സഹോദരിമാരെ, നമുക്ക് അനുസരണമുള്ളവരായിരിക്കാം. ചിലർ പറയത്തില്ല, ചില അച്ഛമ്മ അവള് ഞാൻ പറയുന്നത് അനുസരിക്കത്തില്ല, അവള് ഞാൻ അതുകൊണ്ട് ചിലപ്പോ ഞാൻ ചില അടിയൊക്കെ കൊടുക്കുന്നത്. എന്തിനാ അടിച്ചെന്ന് ചോദിച്ചാൽ ഓ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അനുസരിക്കാം, നമുക്ക് ബഹുമാനിക്കാം. ഹല്ലേലൂയ. ഞാൻ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോകുന്നത് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കളോട്, എന്റെ 87 വയസ്സുള്ള മാതാവ്, എനിക്ക് 50 വയസ്സുണ്ട്, എന്റെ അമ്മ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കും കേട്ടോ. ഹല്ലേലൂയ. അമ്മ എന്നോട് പറയും, നിനക്ക് സാരി ഉടുക്കുന്നതിനെക്കാട്ടി സമയം ചുരിദാർ ഇടുക, അതിട്ടാ മതിയെന്ന് പറഞ്ഞാൽ അത് കേൾക്കും. സഹോദരിമാരെ, നമ്മളോർക്കും കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശമൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊക്കെ കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ഹല്ലേലൂയ. നമ്മള് ഒരു താഴ്മയുള്ളവരായിരുന്നാലുണ്ടല്ലോ, നമ്മുടെ ഹസ്ബൻഡിന് നമ്മൾ കീഴടങ്ങിയിരിക്കും. ഇവിടെ എസ്തേറിന്റെ സ്വഭാവത്തിലും ആ താഴ്മയുണ്ടായിരുന്നു. അവൾ മൊർദെഖായി പറയുന്നത് അനുസരിച്ച് കേട്ടോ. എന്നാൽ ഈ ഹാമാൻ യഹൂദ, അവന് ഹാമാൻ മൊർദെഖായിയോട് ശത്രുത. സഹോദരിമാരെ, നിങ്ങളോട് ഒരാൾക്ക് ശത്രുത തോന്നുമ്പോൾ നീ അവനോട് യുദ്ധം ചെയ്യരുത്. ആത്മാവിൽ പറയുക, നിനക്കെതിരെ ഒരു ശത്രു വരുമ്പോഴുണ്ടല്ലോ, നീ ജഡീകമായ ആയുധങ്ങൾ, അതായത് നമ്മൾ തിരിച്ചു പറയുകയോ അവരോടൊരു വഴക്കിന് പോവുകയോ ചെയ്താലുണ്ടല്ലോ, ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നീ ശാന്തമായിരുന്നാൽ മതി. ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. അതുകൂടെ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എസ്തേർ എന്ന് പറയും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, താഴ്മയുള്ള, ജ്ഞാനമുള്ള, നമുക്ക് പലപ്പോഴും അറിയത്തില്ല പ്രിയമുള്ളവരെ, ഒരു വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ നമ്മൾ അങ്ങ് പരിഭ്രാന്തരായി പോകും, നമ്മൾ അങ്ങ് അലമുറയിട്ട് കരഞ്ഞു പോകും. നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ഉണ്ടല്ലോ, എന്റെ യേശു ഉണ്ടല്ലോ, കുഞ്ഞിന്റെ സർവ്വ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയാവുന്നില്ല. ഹല്ലേലൂയ. മൊർദെഖായിയെ കാണുന്നത്, ഹല്ലേലൂയ, മൊർദെഖായിയെ കാണുന്നത് ഈ ഹാമാന് സഹിക്കാൻ പറ്റത്തില്ല. അവൻ ഓർക്കും, മൊർദെഖായിയെ മാത്രമല്ല മൊത്ത യഹൂദന്മാരെ അവൻ നശിപ്പിച്ചേക്കാം. അവൻ രാജാവിനെ അവൻ വളച്ച് കയ്യിലെടുത്തു. പ്രിയമുള്ളവരെ, എസ്തേറിനോട് ഈ വർത്തമാനം അറിയിച്ചു. ഇങ്ങനെ ചെന്ന് പറഞ്ഞു, ഈ ഹാമാൻ യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പദ്ധതി ഇട്ടിരിക്കുക. ഉടനെ എസ്തേർ പറയുക, രാജാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ ആരെങ്കിലും ചെന്നാലുണ്ടല്ലോ അവന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. എനിക്ക് അതുകൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാൻ പറ്റത്തില്ല. ഉടനെ മൊർദെഖായി പറയുക, നീ ഈ സമയത്ത് വിട്ടാതിരുന്ന യഹൂദന് മറ്റൊരു സ്ഥാനത്ത് നിന്നും പുനരുത്ഥാനവും രക്ഷയുണ്ടാകും. എന്നാൽ നീ നിന്റെ പുതുഭവനം നശിച്ചു പോകും. നീ ഇങ്ങനെയൊരു സമയത്തിനാണോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മുന്നിൽ എസ്തേർ പതറിയില്ല. എസ്തേറിന് മനസ്സിലായി, ഇനി പ്രാർത്ഥനയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. കാരണം മനുഷ്യനെ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കി ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നേ. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന താക്കോല. ഹല്ലേലൂയ. കുഞ്ഞെ പ്രസംഗിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയും, പാട്ടുപാടുന്നവനെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയും. എന്നാൽ വ്യക്തിപരമായി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയെങ്കിൽ പലരും കഴിയും. പ്രാർത്ഥനയെങ്കിൽ കുഞ്ഞെ നിന്റെ ജീവിതത്തിലെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്താൻ കഴിയും. യാക്കോബ് സകലതും മക്കളെ കെട്ടിയ ശേഷം പ്രാർത്ഥിക്കുക. കാരണം ഏശാവ് തന്നെ കണ്ട കൊല്ലാൻ പരുവത്തിൽ നിൽക്കുക. എന്നാൽ അവിടെ നിന്നുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിക്കുക. എന്നാൽ ആ സമയത്തുണ്ടല്ലോ ദൈവം ഹല്ലേലൂയ, സർവശക്തനായ ദൈവം ഏശാവിനോട് ഇടപെടുക. നിന്റെ സഹോദരനോട് ഗുണമോ ദോഷമോ നീ ചെയ്യരുത്. സഹോദരിമാരെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിനുണ്ടല്ലോ നമ്മുടെ ശത്രുവിനോട് ഉറക്കത്തിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
രക്ഷിക്കുവാൻ കഴിയില്ല. ഇവിടെ എസ്തേർ പറയുക, ഞാനും എന്റെ ബാല്യക്കാലത്തിലും ഉപവസിക്കുന്നു, നിങ്ങളും എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. 3 ദിവസം എസ്തേർ ഭക്ഷണം കഴിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്കും വേണ്ടി ഉപവസിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഉപവാസം ബ്രേക്കായി പോകാറുണ്ടല്ലേ. ഒരു കുഞ്ഞ് പറഞ്ഞു, ആന്റി ഉപവസിക്കണമെന്ന് ഓർത്തതാ. അന്ന് മമ്മി നല്ല ബിരിയാണി ഉണ്ടാക്കി, ആ മണം വന്ന് പതരിച്ചിരി കഴിച്ചു. എന്നാൽ ആ ഉപവാസം അങ്ങ് തെറ്റിപ്പോയി, നിഷ്കളങ്കമായി പറഞ്ഞതാ. എന്നാൽ കുഞ്ഞെ, നീ ചില വിഷയങ്ങൾക്ക് വേണ്ടിയുണ്ടല്ലോ, നീ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ നീ ഉപവസിച്ചാൽ ചില വ്യക്തി ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കുഞ്ഞെ, ദൈവത്തിന്റെ കരത്തിന് ഈ ലോകത്തിലുള്ള കരം മുഴുവൻ നിനക്ക് അനുകൂലമായിട്ട്, ദൈവത്തിന്റെ കരം നിനക്ക് പ്രതികൂലമായി നിന്നാൽ നീ ഒരു പൂജ്യമാണ്. എന്നാൽ ഈ ലോകത്തിലെ കരം മുഴുവൻ നിനക്ക് പ്രതികൂലമായിട്ട് ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി നിന്നാൽ അത് മതി എന്നാണ് എസ്തേറിന്റെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഈ എസ്തേറിന്റെ പുസ്തകത്തിലുണ്ടല്ലോ, ദൈവം എന്ന പദമില്ല, പക്ഷെ തന്റെ ജനത്തിനു വേണ്ടി, വിശുദ്ധിയിൽ നിർമ്മലതയിൽ നിഷ്കളങ്കതയിൽ നിൽക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി, പ്രമാണത്തിൽ നിൽക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം തന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ദൈവമാകുന്നേ. ഹല്ലേലൂയ. മൊർദെഖായി കൈപ്പോടെ കരഞ്ഞു, ആ പട്ടണത്തിൽ ചെന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ നിലവിളിച്ച പട്ടണത്തിൽ തന്നെ ദൈവം അവനെ മാനിച്ചു. കുഞ്ഞെ, നീ എവിടെ കരഞ്ഞോ, നീ എവിടെ നിലവിളിച്ചോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നീ നിന്നെ അനുഭവിച്ചിട്ടുണ്ടോ? നീ വേദന അനുഭവിച്ചിട്ടുണ്ടോ? നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ നിന്നെ പരിഹസിച്ചോ, എവിടെ നിന്നെ ഇറക്കി വിട്ടോ, എവിടെ നീ കബളിപ്പിക്കപ്പെട്ടോ, അവിടെ തന്നെ ദൈവം നിന്നെ മാനിച്ചു. ഹല്ലേലൂയ. നിന്നെ ഇങ്ങനെ നോക്കി ഈ ശുശ്രൂഷ എത്ര നാള് പോകും, ഈ സെമിനാർ എത്ര നാള് പോകും, ഇതെങ്ങനെ പോകും, ഇതെങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവരുടെ മുന്നിലുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവം മാനിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ച സഹോദരിമാരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എസ്തേർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോഴുണ്ടല്ലോ, രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തിയെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഹാമാന്റെ ഭാര്യ സേരസ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ ചക്കിക്കൊക്കെ ചങ്കരൻ എന്ന് പറഞ്ഞ പോലെ അച്ചാനെ കയറ്റാൻ കഴിമരം ഉണ്ടാക്കാൻ ആലോചന പറഞ്ഞു കൊടുത്ത ഈ അമ്മാമ്മയാ പ്രിയമുള്ളവർ. ഹല്ലേലൂയ. അവളാ പറഞ്ഞ മൊർദെഖായിക്ക് വേണ്ടി കഴിമരം ഒരുക്കാൻ ഉപദേശം അച്ചാന് പറഞ്ഞു കൊടുത്തത്. ഈ ജ്ഞാനമില്ലാത്തവൾ, ഈ ദൈവിക ജ്ഞാനമില്ലാത്തവൾ, അവള് പറഞ്ഞു കൊടുത്ത ആ കഴിമരത്തെ അച്ഛൻ തൂങ്ങിയെങ്കിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന എസ്തേറേ, പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, നീ എവിടെ നിലവിളിച്ചോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞോ, എവിടെ നിന്നെ ശുശ്രൂഷയില്ലാതെ, ഇവിടെ നിന്നെ എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഇതൊരു ചാരക്കൂമ്പാരമാ, ഇതൊരു ചാരക്കൂമ്പാരമാ എന്ന് പറയുന്നവരുടെ മുന്നില് യെരൂശലേമിന്റെ മതിൽ പണിയുവാൻ ഒരു നെഹമ്യാവിനെ സഹായിച്ചെങ്കിൽ സൻബല്ലത്തും തോബിയാവും നെഹമ്യാവിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിന്ദിച്ചു പോയി. ഒരു കുറുക്കൻ കയറിയാൽ മതിലിടിഞ്ഞു പോകുന്ന കുഞ്ഞെ, നീ അറിഞ്ഞു നിന്നെ നിന്ന വാക്ക് പറയുന്നവരുണ്ട്, നീ അറിയാതെ നിന്നെ നിന്ന വാക്ക് പറയുന്നവരുണ്ട്, നിന്റെ ശുശ്രൂഷയെ, നീ ചെയ്യുന്ന കാര്യങ്ങളെ നിന്ന പറയുന്നവരുണ്ട്. എന്നാൽ അവരുടെ മുന്നിൽ തന്നെ ദൈവം നിന്നെ മാനിക്കും. ഇതാത്മാവിലും നേച്ചെടുത്തേ. കുഞ്ഞെ, നീ എവിടെ അവഗണിക്കപ്പെട്ടോ? എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ, ആത്മാവിൽ പറയട്ടെ, ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല നിന്നെ വേലയ്ക്കായി വിളിച്ചത്. ഒന്ന് കൈകപ്പെട്ടു.
ഒരു നാൾ കുഞ്ഞെ പലരും നിന്നെ വിട്ടുമാറും, പലരും വിട്ടുമാറും എന്നൊരു പാട്ടുണ്ട്. ഒരു നാളും എന്നെയും ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെയും ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നേ. ആകാശത്തിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തി ഒന്ന് പാടിക്കേ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഒരു നാൾ പലരും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, പലരും വിട്ടുകൊണ്ടിട്ട് മാറിപ്പോകും. പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ശുശ്രൂഷ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ജീവിതങ്ങളെ ദൈവാത്മാവിൽ പറയുക. പ്രാണപ്രിയനാ നിന്നെ വേലക്കായി വിളിച്ച് മാനുഷിക വാക്കുകൾ കേട്ട്, മനുഷ്യന്റെ നിന്ദ കേട്ട്, മനുഷ്യന്റെ കുറ്റം കേട്ട് നീ തളർന്നു പോകല്ലേ. നിന്റെ വിശ്വാസ ജീവിതം ക്ഷീണിക്കല്ലേ. നിന്റെ വിശ്വാസ പടകിനെ തകിടം മറിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും കർത്താവേ ഞാൻ എന്ത് ദോഷം ചെയ്തിട്ടാ എനിക്ക് ഈ കഷ്ടത, എന്തിനാ കർത്താവേ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നീ വേദനയോടെ ചിന്തിക്കുന്ന അനുഭവങ്ങൾ കുഞ്ഞേ നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വരും. എന്നാൽ നീ ഭാരപ്പെട്ടു പോകല്ലേ. ആരെല്ലാം വിട്ടുമാറിയാലും ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവരും മറക്കും പ്രിയമുള്ളവരെ. എന്നാൽ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ പ്രാണപ്രിയനുണ്ടല്ലോ. നിന്റെ കഷ്ടതയിൽ, നിന്റെ ബലഹീനതയിൽ അവർ സഹതാപമുണ്ട് കുഞ്ഞേ. എസ്തേറിന്റെ പ്രാർത്ഥനയെങ്കിൽ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി. ഹല്ലേലൂയ. ആ ദൈവിക ജ്ഞാനം അവൾ പ്രാർത്ഥിച്ചു. ഒരു വിഷയം വന്നപ്പോൾ അവളുടെ ജ്ഞാനമൊന്നും ഉപയോഗിച്ചില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ജ്ഞാനം ഉപയോഗിച്ച് ദൈവം അവൾക്ക് വേണ്ടി വിഷയം പരിഹരിച്ചു. കുഞ്ഞെ നമ്മുടെ ജ്ഞാനം പൊട്ടജ്ഞാനമാ. നമ്മൾ പരിഹരിക്കാൻ നോക്കും. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറയുക, രാത്രി 7 മണി മുതൽ വെളുപ്പിന് 2 മണി വരെ ഇരുന്ന് പ്രശ്നം പരിഹരിക്കാൻ നോക്കി. അപ്പൊ പറഞ്ഞവരുടെ തലയിലെ വെള്ളവും പറ്റി, കേട്ടവരുടെ തലയിലെ വെള്ളവും പറ്റി. പ്രശ്നം തീർന്നില്ലെന്നേ. ഒരു മനുഷ്യന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്തിട്ട് നീ ഒന്ന് ശാന്തമായിരുന്നേ. എവിടെ മോർദെഖായിയെ കൊന്നു മുടിക്കാൻ തീരുമാനിച്ചോ അവിടെ തന്നെ അവനെ മാനിച്ചു, അവിടെ തന്നെ അവനെ മാനിച്ചു. എസ്തേറിന്റെ പ്രാർത്ഥനയാ സഹോദരിമാരെ. കുഞ്ഞെ നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നീ മാനിക്കപ്പെടും. കുഞ്ഞെ നിന്നെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ചില ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ നിനക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കന്നെ നിന്നെ വേദനിപ്പിക്കുന്ന ഒരു പെരീന ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയകാലനെ കിട്ടത്തുള്ളൂ. കുഞ്ഞേ, നിനക്ക് ചില അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ചില അനുഗ്രഹങ്ങൾ ദൈവം തരുന്നത് നിന്നയിൽ പൊതിഞ്ഞായിരിക്കാം, കഷ്ടതയിൽ പൊതിഞ്ഞായിരിക്കാം. ഈ നിന്ന, ഈ അപമാനം നീ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ ചിന്തിക്കുക, ഈ പെരീന അവളെ വല്ലാതെ മുഷിപ്പിച്ചോണ്ട് അവള് ദേവാലയത്തിലേക്ക് ഓടി. എന്നാൽ ഈ പെരീന ഹന്നമ്മാമേ എന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെച്ചിരുന്നെങ്കിൽ അവള് പെരീനയിൽ ആശ്രയിച്ചതിനെ പ്രിയമുള്ളവരെ. ആ ദേവാലയത്തിൽ ഓടിച്ചെന്നപ്പോൾ ഏലി പുരോഹിതനും അവളെ തെറ്റിദ്ധരിച്ചു. അപ്പോഴും അവൾ താഴ്നിനക്ക് നീ വെള്ളം ഒഴിച്ചെന്നാ പറഞ്ഞേ, അല്ലെ നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവള് പറയുക, അങ്ങനെയല്ല യജമാനനെ. ഹല്ലേലൂയ. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. സഹോദരിമാർ ഒരു സഹോദരിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാം? താഴ്മയാണ്. താഴ്മയുണ്ടെങ്കിലുണ്ടല്ലോ നിനക്ക് സകലതും സഹിക്കാൻ പറ്റും, നിനക്ക് സകലതും വഹിക്കാൻ പറ്റും.
സഹോദരിമാരെ, സൗമ്യമായി താഴ്മയോടെ ആയിരുന്നാലുണ്ടല്ലോ നമുക്ക് നമ്മുടെ പ്രശ്നം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഹോദരിമാരുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് പറയട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ്, നമ്മുടെ മാതൃക. ഹല്ലേലൂയ. പേശിപ്പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടുമ്പോഴതും, പേശിപ്പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടുമ്പോഴതും വാശിക്കധീനമായി തീർന്നില്ല നിൻ ഹൃദയം. ഹല്ലേലൂയ. ദുഷ്ടർ ക്രൂശിക്കുമ്പോഴും നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാ, വൻ പ്രതികൂല മധ്യം പോട്ടു യാത്ര ചെയ്യുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുകനി സതതം. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ. പണ്ടത്തെ ഒരു പാട്ട, ആ കർത്താവിന്റെ സൗമ്യത ഒന്ന് ചോദിച്ച്, യേശുപ്പ ആ സൗമ്യതയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. അച്ഛാ കല്ലിനുള്ളി വരുമ്പോൾ എത്ര അമ്മാമ്മമാർക്ക് പാടാൻ പറ്റും? കോപിപ്പാനല്ല, ക്ഷമിപ്പാനുള്ള ശക്തി എന്റെ മേൽ പകരണമേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയുക, ഗ്ലോറി സിസ്റ്ററെ ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു കാല് മടക്കി വെച്ചിരിക്കണം, പ്രാർത്ഥിക്കുമ്പോ മൊബൈലിലെ നോക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അച്ഛാൻ ഇഷ്ടപ്പെട്ടില്ല. സഹോദരിമാരെ, നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും പറയാൻ പോകണ്ടെന്നേ. ആണുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നതൊന്നും ഇഷ്ടമില്ല. നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ മതി. പണ്ടൊരു സഹോദരി പറയുക, എന്റെ അച്ഛാന്റെ ദേഹത്ത് ഒരു ഭൂതമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ ഞാൻ എന്നെ ശാസിക്കുമ്പോ സാത്താനെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര പ്രശ്നമാ. ഞാൻ പറഞ്ഞു, ആന്റി അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ നല്ല ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കുളിക്കാനൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനമായിട്ട്, ഈ അച്ഛാ കൂർക്കം വലിച്ചോർങ്ങി നല്ല കൂർക്കം വലി കേട്ടാലുണ്ടല്ലോ, അച്ഛാന്റെ ദേഹത്ത് കൈവച്ച് നീ പതുക്കെ ഒന്ന് പ്രാർത്ഥിച്ചാ മതി കുഞ്ഞെ, നിന്റെ കണ്ണീന്ന് രണ്ടു തള്ളി കണ്ണുനീർ അച്ഛാന്റെ ദേഹത്ത് വീണാ മതി, അച്ഛാന്റെ ദൈവം വിടുവിക്കും. ആത്മാവിലാ പറഞ്ഞത്. തയ്യാറാണോ? പ്രാർത്ഥിച്ചാൽ കോപ സ്വഭാവമൊക്കെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. പ്രാർത്ഥിക്കണം സഹോദരിമാരെ. കോപിപ്പാനല്ല, ക്ഷമിപ്പാനുള്ള ശക്തി എന്റെ മേൽ പകരണമേ. നമുക്കറിയാം, ചിലർ പറയും, എന്റെ ദൈവമേ, ഈ ഭൂമിയിൽ ഇത്രയും മനുഷ്യരുണ്ടായിട്ട് ഇതിയാനെയാണല്ലോ എന്റെ തലയെ കെട്ടിവെച്ച്. കുഞ്ഞേ, ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. ദൈവത്തിന് അറിയാം ഈ അമ്മാമ്മയ്ക്ക് ഈ അച്ഛനെ സഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിനറിയാം. ദൈവം കറക്റ്റ് രണ്ടുപേരെ തമ്മിലാ യോജിപ്പിച്ചേ. അല്ലെങ്കിൽ അച്ഛന്റെ ദേഷ്യം സഹിക്കാൻ എന്റെ മാതാവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. എന്റെ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ എന്റെ മാതാവിന്റെ അമ്മ ഒരു പാവമാ, ഒരു സാധുവാ, ശബ്ദമൊന്നുമില്ല, സംസാരം കേട്ടാൽ തന്നെ ഒരു താഴ്മയാ പ്രിയമുള്ളവരെ. എന്നാൽ അപ്പച്ചനാണെങ്കിൽ സിംഹം പോലത്തെ ഒരു അപ്പച്ചൻ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഈ സ്വഭാവ അമ്മച്ചിക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട്. കാരണം അപ്പച്ചൻ എത്ര ദേഷ്യപ്പെട്ടാലും ചിരിക്കത്തേ ഉള്ളൂ പ്രിയമുള്ളവരെ. കാരണം ആ അമ്മച്ചിക്ക് അതിനുള്ള കൃപയുണ്ടായിരുന്നു. അത് എത്ര 95 വയസ്സ് വരെ അപ്പച്ചന്റെ കൂടെ ജീവിക്കാനുള്ള കൃപ. എന്നാൽ ഇന്നാണെങ്കിൽ ഡിവോഴ്സ് ആയില്ല കേട്ടോ. അതിൽ ഒന്നും പറയണ്ടല്ലോ, ഒന്നും പറയണ്ടത്. അടുത്ത പ്ലാൻ നോക്കുക പ്രിയമുള്ളവരെ. ഒരു നല്ല കുടുംബ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ദൈവകൃപ വേണം കുഞ്ഞേ. അതൊന്ന് ചോദിച്ചു വാങ്ങിക്കേ. കർത്താവേ കൃപ, കർത്താവേ. അതിനൊരു പ്രവാചകൻ വന്ന് നിന്റെ തലേ കൈവെക്കേണ്ടതേ, നീ തന്നെ തലയെ വെച്ച് കൈവച്ചിട്ടൊക്കെ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. അബീഗയിൽ നമുക്കറിയാം, അബീഗയിൽ വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു കേട്ടോ. അബീഗയുടെ ജ്ഞാനം നമ്മൾ ചോദിക്കും. ഭയങ്കര ജ്ഞാനമായിരുന്നു പ്രിയമുള്ളവരെ. അവർക്ക് ആ നാബാലാണെങ്കിൽ പോഷൻ ഓർത്ത് നോക്കി, ഒരു ചേർച്ചയില്ലാത്ത രണ്ടുപേര്. അബീഗയിൽ എന്നാൽ എന്റെ ദൈവമേ, ഈ പോഷണയാണല്ലോ എന്റെ ദൈവമേ എന്റെ തലയെ കെട്ടിവെച്ചെന്ന് പറഞ്ഞില്ല. അവള് ജ്ഞാനത്തോടെ ആ ഭർത്താവിന്റെ കൂടെ ജീവിച്ചു കേട്ടോ. ഇവള് പല കാര്യങ്ങളും ഈ അച്ഛനോട് പറയാൻ പോകത്തില്ല. അവൾക്കറിയാൻ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവി വേറെ ഓതിയിട്ട് കാര്യമില്ലെന്ന്. അവള് പ്രത്യേകിച്ചൊന്നും ഈ ദാവീദ് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, അവള് ചെന്ന് നിലം വരെ കുനിഞ്ഞു പ്രിയമുള്ളവരെ. അച്ഛൻ കാണിച്ച പൊട്ടത്തരമാ. ആ പൊട്ടത്തരം കാരണമുണ്ടല്ലോ ഒരാള് ദാവീദ് കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തിങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ ദാവീദിനെ സന്തോഷിക്കുവാൻ വേണ്ടി ആ ജ്ഞാനത്തോടെ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ കാഴ്ചവെക്കുവാൻ സമ്മാനമായിട്ട് കൊണ്ടുപോകുക. എന്നിട്ട് ഇതൊന്നും ഈ അച്ഛനെ അറിയിച്ചില്ല കേട്ടോ. എന്നിട്ട് അവൾ ചെന്ന് നിലം വരെ കുനിയുക. നിലം വരെ. സഹോദരിമാരെ, ചില പ്രശ്നങ്ങൾ ഇല്ലാതാകുവാൻ നമുക്ക് താഴാം, നമുക്ക് താഴാം, നമുക്ക് ക്ഷമിക്കാം. വാക്കിന് പുറത്ത് വാക്കാതെ
നിനക്ക് ഒരു ദോഷവും വരത്തില്ല കേട്ടോ. നീ അനുഗ്രഹിക്കപ്പെടത്തേ ഉള്ളൂ. ചില കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കാനാ ശത്രു നോക്കുന്നത്. നിന്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുവാനാ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സ്വസ്ഥതയെ പലപ്പോഴും ശത്രു അപഹരിച്ചിട്ടുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ച ഈ ഒരൊറ്റ ദിവസത്തെ നിന്റെ സ്വസ്ഥതയെ ശത്രു അപഹരിക്കരുത്. കുഞ്ഞ്, നിന്നെ കർത്താവിന് വേണം. നിന്നെ ദൈവത്തിന് അനുഗ്രഹിച്ചേ മതിയാവൂ. അവള് നിലം വരെ കുനിയുമ്പോഴുണ്ടല്ലോ ഈ ദാവീദിന്റെ ദേഷ്യം മാറി. അവള് പ്രകോപിപ്പിക്കുകയല്ലായിരുന്നു, അവൾ ആ ദേഷ്യത്തെ ഒതുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ദാവീദ് പറയുക, അബീഗയിലെ നിന്റെ വിവേക സ്തുത്യമാ. നിന്നെ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവളുടെ കോപത്തെ കുറച്ചു. പ്രിയമുള്ളവരെ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു വഷളാക്കുവാൻ സഹോദരിമാരെ കൊണ്ട് കഴിയും. എന്നാൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ലഘൂകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സഭയ്ക്കകത്ത്, കുടുംബത്തിനകത്ത് ഒക്കെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് അതിനെ വലുതാക്കാതെ ആ പ്രശ്നത്തെ അബീഗയിലിന്റെ മേൽ പകർന്ന ഒരു സ്വർഗീയ ജ്ഞാനം. അപ്പൊ ജ്ഞാനം ചോദിച്ചു കർത്താവിനോട്, ഈ ജനത്തെ നടത്താനുള്ള ജ്ഞാനം. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരിമാരെ, ആദ്യം വായിച്ച വാക്യം, അവൾ ജ്ഞാനത്തോടെ വായെ തുറക്കുന്നു. കർത്താവേ, ഒരു സ്വർഗീയ ജ്ഞാനം എന്റെ മേൽ പകരണമേ. അബീഗയിലിന്റെ മേൽ പകർന്ന ആ ജ്ഞാനം, ആ താഴ്മ, സൗമ്യത, എത്ര പ്രതികൂല സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ കുഞ്ഞെ, നീ എടുക്കുന്ന തീരുമാനത്തിന് വളരെ പ്രസക്തിയുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു സഹോദരിയെ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് സമയം സ്തോത്രം. സമയം ഞാൻ ക്ലോക്ക് കാണുമെന്ന് ഓർത്തെ സമയത്തിന്റെ കാര്യം ചോദിച്ചത്. ഇനി ഞാൻ ഒരു സഹോദരിയെ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അത് ലൂത്താണ് കേട്ടോ. ഹല്ലേലൂയ. ആ ലൂത്ത്, അവളുടെ ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. എലിമേലെക്കിന്റെ ഹല്ലേലൂയ നവോമിയുടെ ഭർത്താവ് മരിച്ചു. ആ 2 ആൺമക്കളും മരിച്ചു. 3 വിധവന്മാര് ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അവർ പിരിയാൻ നോക്കുക. പ്രിയമുള്ളവരെ, മനുഷ്യരൊക്കെ ഇവരെ നോക്കിയിട്ട് ഒരു കാര്യം പറയും, ഇവരൊരു ശാപം കിട്ടിയ ഭവനമാണ്. കാരണം ഭർത്താവ് മരിച്ചു, ആ 2 ആൺമക്കളും മരിച്ചു, 3 വിധവന്മാര്. എന്നാൽ ഹല്ലേലൂയ, ഈ നവോമിയുടെ ഭവനം ഒരു ചാരക്കൂമ്പാരമായി. എന്നാൽ ചാരക്കൂമ്പാരത്തിൽ നിന്ന് നവോമിക്ക് കിട്ടിയ മാണിക്യമാ പ്രിയമുള്ളവരെ രൂത്ത്. ഹല്ലേലൂയ. അവളുടെ ആ ഓർത്തു, ഇനി അമ്മച്ചിയുടെ കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നോർത്ത് അവളുടെ ദേവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെ തിരോചനത്തില് സ്ത്രീകളുടെ പേരിൽ എഴുതിയ 2 പുസ്തകങ്ങൾ, ഒന്ന് എസ്തേറും ഒന്ന് രൂത്തുവാ. രൂത്ത് ഒരു മോവാബി സ്ത്രീയാണ്. ദൈവസന്നിധിയിൽ അടക്കപ്പെട്ട 10ാം തലമുറ വരെ സൃഷ്ടരാക്കപ്പെട്ട ഈ മോവാബി സ്ത്രീയായ രൂത്തിന്റെ പേര് യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചി എന്ന പദത്തിലേക്ക് വരണമെങ്കിൽ അവൾ കർത്താവിന് വേണ്ടി കൊടുത്ത വില വളരെ വലുതായിരുന്നു. ഹല്ലേലൂയ. ഓർപ്പയ്ക്കും നവോമിയെ ഇഷ്ടമാണ്. ഈ ഞാൻ ചിന്തിക്കുമേ, ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടും ഈ അമ്മായിയമ്മയുടെ കൂടെ മക്കള് നിൽക്കണമെങ്കിൽ ഈ നവോമി അത്രേ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. ഞാനും ഒരു അമ്മായിയമ്മയാ. ഹല്ലേലൂയ. സഹോദരിമാരെ, ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളോടും മരുമക്കളോടും കുറച്ച് സ്നേഹമൊക്കെ കാണിക്കണം കേട്ടോ. ഈ നവോമി മക്കളെ വിളിച്ച് മക്കളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അവള് കയ്പായിട്ടൊന്നും ആ മക്കളോട് കാണിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ അമ്മച്ചിയെ ഇട്ടിട്ട് പോകാൻ വിഷമമായിരുന്നു. എന്നാൽ ചില സഹോദരിമാരെ, ഒത്തിരി പേരെടുത്ത് പോയി പ്രസംഗിക്കുന്നതല്ലേ, ചില സഹോദരിമാരെ, ഈ അമ്മച്ചിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വലിയ പാടാ. ഹല്ലേലൂയ. ഭയങ്കര പോരാ സിസ്റ്റർ. പണ്ടൊരമ്മച്ചി സാക്ഷ്യം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഉടനെ മരുമോള് പറയുക, ആ പോര് മുഴുവൻ എന്നോടായിരുന്നു. ഹല്ലേലൂയ. സഹോദരിമാരെ, നമുക്ക് ദൈവം തന്ന മരുമക്കളെ നമുക്ക് ജീവന തുല്യം സ്നേഹിപ്പാൻ അവര് നമ്മൾ നിമിത്തം അവര് കരയാതിരിക്കട്ടെ. നമ്മുടെ ഒരു വാക്ക് നിമിത്തം എന്തോന്ന ദൈവാത്മാവെന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നേ. അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് നിമിത്തം ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴാനിടയായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. പണ്ട് ഈ രൂത്ത് ഇവിടെ നിന്നോട് പറയുക കേട്ടോ,
രൂത്തിനോടും പറഞ്ഞു, മോളെ നീ പൊക്കോ. ഇല്ല അമ്മച്ചി, ഇവള് പോരെടുത്തായിരുന്ന രൂത്ത് ജീവനും കൊണ്ട് ഓടിയ. ഇല്ല, എന്റെ അമ്മച്ചിയെ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല. ഇനി അമ്മച്ചിക്ക് ഒരു മോനുണ്ടായി കല്യാണം കഴിക്കാനൊന്നുമല്ല അമ്മച്ചി, എന്റെ അമ്മച്ചിയെ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല. അതാ സ്നേഹം പ്രിയമുള്ളതല്ലേ. അവള് പറയുക, നിന്റെ ദൈവം എന്റെ ദൈവം. കാരണം അവളുടെ കൂടെ ജീവിച്ച മരുമകൾക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റും, എന്റെ അമ്മച്ചി സേവിക്കുന്നത് ഒരു സത്യദൈവത്തെയാ. ഹല്ലേലൂയ. കുഞ്ഞെ, നമ്മളെ കാണുന്നവര്, നമ്മളോട് ഇടപെടുന്നവര്, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിലും പറയട്ടെ, ഈ ഗ്ലോറി സേവിക്കുന്നത് ഒരു സത്യദൈവത്തെയാ. ഈ മോള് സിസ്റ്റർ സേവിക്കുന്നത് ഒരു സത്യദൈവത്തെയാ. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറല്ലേ. ഹല്ലേലൂയ. ഇന്നൊരു കുഞ്ഞു പാട്ടുപാടി, എനിക്ക് ഇവിടെ സഹോദരിമാര് പാട്ടുപാടി വലിയ നന്നായിട്ട് പാടുന്നു. ഒരു മോള് പാട്ടുപാടി, ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല, ഒരു ദൈവ സാന്നിധ്യം ആ പാട്ടിലുണ്ടായിരുന്നു. അനേക വേദികളിൽ പാടുവാൻ പ്രിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതേ കുഞ്ഞ്, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയുണ്ടെങ്കിൽ അതിനൊരു അറുതിയുണ്ട് കുഞ്ഞെ, ഒരു അറുതിയുണ്ടെന്നേ. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലം നീ എന്നും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാ മാത്രമായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യോസേഫേ, നീ എന്നും പൊട്ടക്കിണറ്റിൽ കിടക്കുമോ? നീ എന്നും കാരാഗൃഹത്തിൽ കിടക്കുമോ? നീ എന്നും അടിമച്ചന്തയിൽ വിൽക്കപ്പെടുവാൻ സഹോദരന്മാരുടെ മുന്നിൽ അങ്ങനെ ദൈവം നിന്നെ മിസ്രൈമിലെ മന്ത്രിയാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞേ, പ്രതികൂലങ്ങൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം. വിശ്വാസ പടകിനെ തകിടം മറിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരാം പ്രിയമുള്ളവരെ. എന്നാൽ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. ഹല്ലേലൂയ. മടങ്ങി പോകുവാൻ ഇടയുള്ള പല സാഹചര്യങ്ങൾ, കൂടെ നിൽക്കുന്നവരൊക്കെ മാറിപ്പോകും പ്രിയമുള്ളവരെ. പലരും നിന്നെ വിട്ടിട്ട് മാറിപ്പോകും. എന്നാൽ മാറാത്ത ഒരുവനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാ. ഹല്ലേലൂയ. അവള് ആ തീരുമാനം പ്രതികൂല കാർമേഘത്തിന്റെ മൊത്തം കാർമേഘ പടലമാണ്, ഒന്നും കാണാനില്ല പ്രിയമുള്ളവരെ. പാട്ടുകാരൻ പാടുവാ, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കാർമേഘപടലമാ, മൊത്തം കാർമേഘപടല. എന്നാൽ കാർമേഘത്തിന്റെ ഉള്ളിൽ ഞാനൊരു സൂര്യശോഭ കാണും. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നേ. 1-ാം അധ്യായത്തില് ഒരു തകർക്കപ്പെട്ട ജീവിതവാര്യത്തിന്റെ പുസ്തകം. എന്നാൽ 2-ാം അധ്യായത്തില് അവൾ ബോവസിന്റെ വയലില ഇരുത്തിൽ കാണാൻ കഴിയുന്ന ഒരു സ്വഭാവമാക്കിയുള്ളവരെ താഴ്മ. അവള് ഞാൻ പാർട്ടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവള് ആ പുറകെ നടന്ന് കഥ പറക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ കാണുമ്പോൾ ആ ബോവസിന്റെ ഭാര്യ പദവിയിലേക്ക് അവളെ ദൈവം ഉയർത്തി പ്രിയമുള്ളവരെ. ഒരു അനാഥ, ആരോരുമില്ലാത്ത കുഞ്ഞെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് പറയുവാ, എന്റെ അച്ഛൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിൽ പിന്നെ ഞാൻ എന്റെ യേശുവപ്പായെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആന്റി അത് മതി. ഹല്ലേലൂയ. കാരണം അപ്പന്റെ സാന്നിധ്യം എപ്പോഴും നിന്റെ കൂടെയുണ്ട് കുഞ്ഞെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒറ്റപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, നിന്റെ കൂടെയല്ല ദൈവം നടക്കുന്നത്. നിന്നെ ഇങ്ങനെ എടുത്തു കരങ്ങളിൽ പിടിച്ചേക്കുവാ. നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തെയാ ഒരമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ. ഒറ്റപ്പെട്ടിരിക്കുന്ന സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, നിന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. കുഞ്ഞെ, ചില ഒറ്റപ്പെടുന്നതിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ
എന്നാൽ എന്റെ അടുക്കൽ വരുവാൻ ആരുമില്ല. എന്നാൽ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ കഴിയുമെന്ന് യോഗ ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവിന്റെ സാന്നിധ്യം അവന്റെ അടുക്കലേക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു വെളിപ്പാട് പുസ്തകം വായിക്കുവാൻ കിട്ടിയത് കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കർത്താവാക്കിയിരിക്കുന്നത്. ദൈവം വ്യക്തമായിട്ട് പറയുക, നിന്നെ മറ്റുള്ളവർ മനസ്സിലാലും നിന്റെ കൂടെ നീ ഒറ്റയ്ക്കായിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുഞ്ഞെ നിന്നിലേക്ക് ചില കൃപകളും കൃപാവരങ്ങളും പകരുവാനാ. അപ്പന്റെ സാന്നിധ്യം നിന്നെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. അതുകൊണ്ട് അപ്പന് നിന്നെ ഒറ്റയ്ക്ക് വരും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ യേശുവപ്പൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പന് നിന്നെ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്കായിരിക്കുന്ന സഹോദരിമാരെ, ഹല്ലേലൂയ, കുറച്ച് പ്രായം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകും, എല്ലാവരും മാറിപ്പോകും. എന്നാൽ അപ്പന്റെ സാന്നിധ്യം നിന്നിലേക്ക് ദൈവം ഒഴുകി വരുവാനുള്ള ചാല കുഞ്ഞെ നീ അനുഭവിക്കുന്ന കഷ്ടത, നീ ഒറ്റ അനുഭവിക്കുന്ന നിന്ന, നീ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള സർവ്വതും 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 ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ അറിയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബീഗയിലിന്റെ ജ്ഞാന നിമിത്തം ഒരു പ്രശ്നം പരിഹരിച്ചു. എസ്തേറിന്റെ പ്രാർത്ഥന, താഴ്മ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയാ രൂത്ത്, അല്ലെ? ഹല്ലേലൂയ. ആ രൂത്തിന്റെ ആ ഒരു മോവാബ്യ സ്ത്രീ, ഭ്രഷ്ടരാക്കപ്പെട്ട മറ്റുള്ളവരെ നിന്ദയോടെ, പുച്ഛത്തോടെ, അവഗണനയോടെ നിന്നെ കണ്ടോട്ടെ കുഞ്ഞെ. നിന്നെ നിന്ദിക്കാത്ത ഒരു ദൈവ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. യോസേഫിനെ കണ്ടപ്പോൾ സ്വന്തം സഹോദരന്മാരെ കളിയാക്കി പറഞ്ഞു. പ്രിയമുള്ളവരെ, സ്വപ്നക്കാരൻ വരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, RSSകാരും BJPക്കാരും ഒന്നുമല്ല ഒത്തിരി പോകരുണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും കവലകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതാ പ്രിയമുള്ളവരെ. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴുണ്ടല്ലോ, RSSും BJPയും ഒക്കെ ചേർന്ന അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത്. എന്നാൽ ഇതിനകത്തുള്ള കുറച്ച് പോകരുണ്ട്. അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടേ. ഇതിനകത്തുണ്ടെന്നേ, ഇതിനകത്ത് ഹല്ലേലൂയ, ഈ ആത്മീയ ഗോളത്തിനകത്ത് കുഞ്ഞിന്റെ ശുശ്രൂഷക്കെതിരായി നിന്നെ നിർത്താതിരിക്കുന്ന ഇതിനകത്ത് വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. ഇതിനെ ഒന്നും നീ നേരിടുവാൻ വേറെ ഒന്നും പ്രയോഗിക്കേണ്ട. പ്രാർത്ഥന മതി കുഞ്ഞെ, പ്രാർത്ഥന മതി. ദാനിയേലിന്റെ പ്രാർത്ഥനയെങ്കിലുണ്ടല്ലോ, അവനെ പറ്റി എന്ത് കുറ്റം കണ്ടുപിടിക്കണമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലരുണ്ടല്ലോ, നമ്മളൊരു മീറ്റിംഗ് നടത്തിയാലും എന്താ കുറ്റം കണ്ടുപിടിക്കാനുള്ളത്, എന്താ കുറ്റം കണ്ടുപിടിക്കാനുള്ളത് നോക്കിയിരിക്കും കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ അവരുടെ മധ്യത്തില് സിംഹത്തിന്റെ വായടച്ച ദൈവമുണ്ടല്ലോ കുഞ്ഞേ. ആ രാജാവ് പറയുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. സഹോദരിമാരെ, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയുന്ന നാളുകൾ വരികയ. ഹല്ലേലൂയ. എന്റെ അനുഭവം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ധൈര്യത്തിനും ബലത്തിനുമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ആദ്യം പറയാതിരുന്നതുകൊണ്ടല്ലോ, സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ വചനത്തിന് സമയം കിട്ടുകയില്ലല്ലോ എന്നോർത്താണ്. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കള്, എന്റെ പിതാവ് ലോകപ്രകാരമുള്ള ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് 24-ാമത്തെ വയസ്സിലുണ്ടല്ലോ, എന്റെ മാതാവ് ഈ വചനവും എടുത്ത്, എന്റെ മാതാവ്, എന്റെ മൂത്ത സഹോദരി, എന്റെ പിതാവ് ഒരു തകരപ്പെട്ടിയും എടുത്തുകൊണ്ട് റെയിൽവേയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, നിന്നെ പരിഹാസവും ദൂഷിയും മാത്രമായിരുന്നു പ്രിയമുള്ളവരെ. പെന്തക്കോസ്തുകാരായിട്ടുള്ളവരും പരിഹസിച്ചു. ഈ കുഞ്ഞുങ്ങള് പട്ടിണി കിടന്ന് മരിച്ചു പോകത്തില്ലേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വല്ലതും കരുതിയിട്ടുണ്ടോ? എന്റെ ഈ മാതാവുണ്ടല്ലോ, പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശക്കല്ലേ എന്ന്. ഹല്ലേലൂയ. വിശക്കുന്നു എന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കുവാൻ ഭക്ഷണമില്ലാതെ അവർ വിഷമിച്ചു പ്രിയമുള്ളവരെ. കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നടക്കുമെന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാ. വിളിച്ചെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷ പദ്ധതി കുഞ്ഞെ, നിന്നെ വേലയ്ക്കായി വിളിച്ചത് മനുഷ്യനല്ല, നിന്നെ വേലയ്ക്കായി വിളിച്ചത് കർത്താവ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ദൈവം ഏറ്റെടുത്ത് നടത്തി, എല്ലാം ദൈവം ഭംഗിയായി നടത്തി, എല്ലാവർക്കും വേണ്ടി ദൈവം കരുതി. കുഞ്ഞെ, ചങ്ക് പിടയ്ക്കുമ്പോഴും പറ, എന്റെ ദൈവം കരുതും കരുതും കരുതും. പറ, നീ സാധ്യതകളൊന്നുമില്ലെങ്കിൽ നിന്റെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വരട്ടെ. എന്റെ ബ്രെയിനിൽ ഒരു അഡിനോമ കണ്ടുപിടിച്ച ഒരു ട്യൂമർ, ചെറിയൊരു ട്യൂമർ. എന്നാലും ഡോക്ടർ മുത്തൂറ്റുള്ള ന്യൂറോ സർജൻ എന്റെ ബ്രെയിൻ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ മൂത്ത മോൾക്ക് അന്ന് 8 വയസ്സ് പ്രായം. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്കറിയാം, ബ്രെയിനിന്റെ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് അല്ലേ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ കുഞ്ഞിന് 15 വയസ്സ് വരെ വളർത്താനുള്ള ആയുസ്സിനെ തരണമേ.
എന്നാൽ ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, മോളെ ആ കുഞ്ഞിനെ കാണുവാൻ ദൈവം സഹായിക്കും. ഇന്നത്തെ എന്റെ ആ മോളുടെ കുഞ്ഞിനെ കാണാൻ ദൈവം ഇടയാക്കി. എനിക്കൊരു കൊച്ചു മോളുണ്ട് കേട്ടോ, ഹല്ലേലൂയ. എന്നാൽ അത് കഴിഞ്ഞ് എന്റെ ദൈവം എനിക്ക് 3 മക്കളെയും കൂടെ എന്റെ കർത്താവ് എനിക്ക് ദാനമായി തന്നു. എന്റെ ദൈവത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ദീർഘനാളുകൾ വിദേശ രാജ്യങ്ങളിലായിരുന്നു. ഞാൻ കർത്താവിന്റെ നാമത്തിന് ഫ്രീഡം ഇല്ലാത്ത രാജ്യത്ത് കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. എന്റെ ബ്രെയിൻ 2011 MRI സ്കാൻ ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച ട്യൂമർ പ്രാർത്ഥനയാൽ മാത്രം 1 രൂപയുടെ മരുന്ന് പോലും കഴിച്ചില്ല. പ്രിയമുള്ളവരെ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. എന്റെ ദൈവം എന്നെ വിടുവിച്ചു. എന്റെ ഈ ട്യൂമറൊക്കെ കണ്ടുപിടിച്ചപ്പോ ഒരു അമ്മച്ചി പറയാം, മോളെ ഇതുപോലെ തല ട്യൂമർ കണ്ടുപിടിച്ച ഒരു കൊച്ചു 2 ആഴ്ച കഴിഞ്ഞപ്പോ മരിച്ചുപോയി. ഞാൻ അന്നേരം ചുമച്ചു. ഉടനെ അമ്മച്ചി പറയുവാ, മോളെ ചുമയായതിന്റെ 1ാമത്തെ ലക്ഷണം, ചുമച്ചാൽ പിന്നെ രക്ഷയില്ല. അമ്മച്ചി അങ്ങ് ന്യൂറോ സർജൻ ആകുമോ? എന്നാൽ മാനുഷിക വാക്കുകൾ കുഞ്ഞെ നിന്നെ തളർത്തും കേട്ടോ. എന്നാൽ ആത്മാവിൽ പറയുന്ന കാര്യങ്ങൾ നിന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. എന്റെ മൂത്ത സഹോദരൻ, എന്റെ മൂത്ത സിസ്റ്റർ പാമ്പാട് സെന്ററിന്റെ ചുമതലയിലായിരിക്കുന്നു. എന്റെ 2ാമത്തെ സഹോദരൻ ദീർഘനാളിൽ കുവൈറ്റിലായിരുന്നു, ഒരു വൈഫ് അവിടെ ആയിരിക്കുന്നു. എന്റെ 3ാമത്തെ സഹോദരി അമേരിക്കയിൽ, 4ാമത്തെ സഹോദരിയും അമേരിക്കയിലായിരിക്കുന്നു, 5ാമത്തെ സഹോദരനും അമേരിക്കയിലായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പലരും മാതാപിതാക്കളെ നോക്കി ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല പ്രിയമുള്ളവരെ. പക്ഷെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, നിന്റെ വായിന്ന് നീ ഒന്ന് പോസിറ്റീവ് പറഞ്ഞേ. ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് വിഷമിച്ച് എന്റെ ദൈവത്താൽ അബ്രഹാം അമോനുമായിട്ട് യാഗം കഴിക്കാൻ മല കയറുന്നില്ല. ചങ്ക് പിടയ്ക്കുവാ പ്രിയമുള്ളവരെ, ചങ്ക് പിടച്ചോന്ന മല കയറുന്നേ. ഉടനെ ചങ്ക് പിടയ്ക്കുമ്പോൾ ഒരു ചോദ്യമാ, കലങ്ങിപ്പോകുന്നേ. അപ്പാ തീയും വിറകുമുണ്ട്, യാഗത്തിലുള്ള വസ്തു എവിടെയാ? ഉടനെ പറയാ, ചങ്ക് പിടയ്ക്കുമ്പോൾ ഉള്ള കത്തപ്പോൾ പറയുക, ദൈവം കരുതിക്കൊള്ളും. കുഞ്ഞെ, ചങ്ക് പിടയ്ക്കുമ്പോൾ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, മോളെ നിന്നെക്കാട്ടി ഇളയ പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, നിന്റെ കല്യാണം എന്നാ കഴിയാത്തത്? ഉടനെ ഞാൻ പറഞ്ഞു, മോള് പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പറഞ്ഞേ, മനുഷ്യൻ നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ മാനുഷിക വാക്കുകൾ കേട്ട് നിരാശപ്പെടാനല്ല എന്റെ ദൈവം നിന്നെ വിളിച്ചത്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. നിന്റെ നാമത്തിൽ തന്നെ മരണവും ജീവനും ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.